അടുത്ത് നമുക്ക് പപ്പടം. പപ്പടം വലിയൊരു ഡിമാൻഡഡ് ആയി ഇപ്പോൾ വന്നൊരു പ്രോജക്റ്റാണ്. അതായത് നേരത്തെ ഇതൊരു ട്രഡീഷണൽ ജോബൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പപ്പട യൂണിറ്റുകൾ ധാരാളം വരുന്നുണ്ട്. അപ്പൊ അതിനുപയോഗിക്കുന്ന ഒരു പപ്പട മെഷീനാണ്. അപ്പൊ ഇതിന് കുഴയ്ക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നീഡർ വരുന്നുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഈ പപ്പട മെഷീൻ വഴിയിട്ട് അത് പപ്പടമാക്കി നമുക്ക് പുറത്തെടുക്കാം. ഏകദേശം 20 കിലോ ഒരു മണിക്കൂറിൽ ചെയ്യാവുന്ന കപ്പാസിറ്റി ഉള്ള മെഷീനാണിത്. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് പപ്പട മെഷീൻ കണ്ടു. ഇതിന് ഇനി ഒരു കുഴയ്ക്കുന്ന മെഷീനും അതുപോലെ തന്നെ ഇത് പപ്പടം പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ, ഇതിൽ പപ്പട മെഷീന് മുൻപ് നമുക്ക് ആ പപ്പട മെഷീൻ കണ്ടതിന് മുമ്പ് 2 മെഷീനും കൂടെ ഉണ്ട്. ഒരു ഫ്ലോർ കോമ്പാക്ടിങ് മെഷീൻ ഉണ്ട്, ഒരു കുഴയ്ക്കുന്ന മെഷീൻ നീഡർ. ഈ 2 മെഷീനും കൂടെ വേണം. നീഡർ നമ്മളിപ്പോൾ പുറകെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തു വരുന്നത്. ഇതൊരു ഫുൾ മൊഡ്യൂൾ. നമുക്ക് 20 കിലോ പെർ അവർ എടുക്കാവുന്ന ഒരു ഫുൾ മെഷീനറി സെറ്റ് വരുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് അതിലൂടെ ആദ്യം പറഞ്ഞ 2 മെഷീനോട് വരും അല്ലേ? കുഴയ്ക്കുന്ന മെഷീനും ഫ്ലോർ കോമ്പാക്ടിംഗ് മെഷീനും ഇതും കൂടെ കൂടി 3. ഈ പാക്കേജിംഗ് മെഷീൻ ഇതിന്റെ കൂടെ ഇല്ല. ഇത് ഞാൻ കാണിച്ചതാണ്. ഇത്രയും വലിയ പാക്കേജിംഗ് മെഷീൻ വേണ്ട നമുക്ക്. 20 കിലോ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ പാക്കേജിംഗ് മെഷീന്റെ ആവശ്യമില്ല. അത് ചെറിയ പാക്കേജിംഗ് മെഷീൻ മതി. സാർ, ഒരു സംശയം ചോദിക്കട്ടെ. പപ്പടം നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഉണക്കണ്ടേ? പരത്തിൽ കഴിഞ്ഞാൽ ഉണക്കണ്ടേ? വിധാനുണ്ടോ? അതാ വെയിലാണോ ഉണക്കുക? അത് അതായത് അതിനുള്ള മെഷീൻ ഉണ്ട്. പക്ഷെ അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുന്നത്. അതിന് ഒരു കൺവെയർ ഡ്രയർ മോഡൽ ഉണ്ട്. ഇത് അതല്ലാതെ നമുക്കിങ്ങനെ ഈ ചാക്കിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, നേരത്തെ തന്നെ ഒരു പാരമ്പര്യ മോഡൽ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഉണക്കുന്ന മെഷീൻ ഉണ്ട് വേറെ. ഒരു 100 പപ്പടം അല്ലെങ്കിൽ ഒരു 50 പപ്പടം പാക്കേജിന് വരുന്ന കോസ്റ്റ് എത്രമാത്രം വരുമെന്ന് സാറിന് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാമോ? ഇത് പാക്കേജിംഗ് കോസ്റ്റ് ആണോ അതോ ഇതിന്റെ? അല്ല, ഒരു 100 അല്ലെ 50 പപ്പടം പാക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണോ? അതെ. അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ, അഗ്രോ പാർക്കിന്റെ വെബ്സൈറ്റിൽ അതിന്റെ മെഷീൻ ഡീറ്റെയിൽസ്, അതിന്റെ ഇതിന് വേണ്ടി വരുന്ന മാവ്, അതിന്റെ വില, അതിന്റെ മാർക്കറ്റിംഗ് റേറ്റ് എല്ലാം ഉണ്ട്. kerala.agropark.com പ്രൊജക്റ്റിൽ പോയാൽ മതി. ഫുൾ സാധനങ്ങൾ അതിനകത്തുണ്ട്. പ്രിന്റ് എടുക്കാം കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. സാറേ, മറ്റൊരു സംശയം. നമുക്ക് പപ്പടം മെഷീനറി ഉപയോഗിച്ച് ഉണക്കുന്നത്, ഹീറ്റർ ഉപയോഗിച്ച് ഉണക്കുന്നതും വെയിലിൽ ഉണക്കുന്നതും തമ്മിൽ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമോ?
ടേസ്റ്റ് മാറ്റം? അങ്ങനെയില്ല. ഈ നമ്മള് അതായത് ആ ടേസ്റ്റ് മാറാതെയാണ് ആ മെഷീനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് വില കൂടുതലാണ്. എത്ര വരുന്നുണ്ട് സാർ? അതിന്റെ മെഷീൻ ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മൾ കുഴയ്ക്കുന്ന മെഷീൻ കേട്ടോ. ഇതിന്റെ വീഡിയോ കാണുന്നത്. മാനുവലായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യണം അല്ലേ സാറേ? വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ചെറിയ നീഡറാണ്. നമുക്ക് 20 കിലോ 50 കിലോ ഒക്കെ ഒരുമിച്ച് കുഴയ്ക്കാൻ പറ്റുന്ന നീഡറുകളുണ്ട് കേട്ടോ. അല്ല സാറേ, അപ്പൊ വെള്ളത്തിന്റെ ഒരു അളവ് ഈ മെഷീൻ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യും. മാനുവലി. അപ്പൊ ഇത് കൂടിപ്പോയാലൊക്കെ പാടായി പോകത്തില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. മെഷീനറി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ലല്ലേ? മെഷീൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം നീഡറിൽ വന്നിട്ടില്ല. ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ അത്. ഓക്കെ ഓക്കെ. രണ്ടുപേരും കൈ കഴുകി അതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. സാർ, ഒരു ടെക്നിക്കൽ ഡൗട്ട് ആണ് സർ. നമുക്ക് ഈ നീഡറിൽ വാട്ടർ കൺട്രോൾ ചെയ്യുന്നത് ഇമേജ് പ്രോസസ്സിംഗ് വഴി ചെയ്യാൻ പറ്റുമോ, അതോ അതിന് വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കുന്നത്? അല്ല, അത് ഈ നമ്മുടെ ഇപ്പൊ കോമൺലി ചെയ്യുന്നതൊക്കെ സാധാരണ രീതിയിലാണ്. ഇപ്പൊ അതിനുള്ള സെൻസറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു നമ്മുടെ സ്റ്റാർട്ടപ്പ് പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സിസ്റ്റം അതിന് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. കുഴപ്പമുണ്ടാവില്ല. അതിപ്പോ ഇത്ര കിലോ മാവിന് ഇത്ര വെള്ളം വേണോ നമ്മളൊരു കണക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു സോളിനോയിഡ് വാൽവ് പോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യിക്കാനായിട്ട്. ഇതില് എത്ര കിലോ വരെ ഇടാൻ പറ്റും ഇപ്പൊ കാണിച്ച മെഷീനില് സാറേ? ഇത് ഇപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടതിനകത്ത് ഒരു 10 കിലോ വരെയൊക്കെ പറ്റുള്ളൂ. അത് വലിയ മെഷീൻസ് ഉണ്ട്. നമുക്ക് 25 kg വരെ നമുക്ക് കുഴയ്ക്കാവുന്ന മെഷീന് ഏകദേശം 40,000 രൂപ ടാക്സിലൊക്കെയാണ് വില വരുന്നത്. ഇതിനിപ്പോ എത്ര രൂപ വരുന്നത്? 10 കിലോന്റെ വരുന്നത് എത്ര രൂപയാണ്? അതിന് വരുമ്പോഴത്തേക്കും ഏകദേശം 28-30 രൂപ വരും. ഇതില് ഈ നമ്മുടെ ബൗളിനൊക്കെ മാത്രമേ, ബാക്കി എല്ലാ സിസ്റ്റവും ഇതിന് തന്നെ വേണം. ഇത്തിരി പവർ ഉള്ളത് കൂടിയത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എത്രയുടെ മോട്ടർ വരുന്നത് ഇതില്? ഇതിനകത്ത് വരുന്നത് 2 HP മോട്ടറാണ്. ചിലത് 3 HP ഉണ്ട്, 1 HP ഉണ്ട്. പല മോഡലിൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് സാധനത്തിലാണ് അത് നോക്കിയിട്ടൊക്കെയാണ്, എത്ര വോളിയം ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ടാണ് അത് എടുക്കുന്നത് കേട്ടോ. ഈ 20 kg 1 hour പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഫുൾ യൂണിറ്റ് മെഷീൻ ആണ്. 1 hour വേണ്ട, അതൊരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഒരു ലോട്ട് തീരുമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു മെഷീനാണ്. ഫുൾ എക്യുപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഫുൾ മെഷീനറിക്കാണ് ഒരു 4.5 ലക്ഷം രൂപയോളം. ഓ അല്ല, പപ്പടത്തിന്റെ ആണോ ചോദിച്ചത്? അതെ അതെ അതെ. ഓക്കെ, പപ്പടത്തിന്റെ ഫുള്ള് വരുമ്പോഴത്തേക്കും നമുക്ക് അതായത് ഈ നീഡർ, അതിനനുസരിച്ചുള്ള നീഡർ, അതിന്റെ ഫ്ലോർ കോമ്പാക്റ്റിംഗ്, പിന്നെ പപ്പട മെഷീൻ, പാക്കിംഗ് മെഷീൻ, ഇത്രയും സാധനത്തിനാണ് 4.5 ലക്ഷം രൂപ. ഓക്കെ.